സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അപ്പോൾ ബംഗ്ലാദേശിൽ ഒരു ഹിന്ദു യുവാവിന് ആൾക്കൂട്ടം പ്രവാചക നിന്ദ നടത്തി എന്നാരോപിച്ച് തല്ലിക്കൊന്നു. വലിയ വാർത്തയാണ്. ബംഗ്ലാദേശിൽ വലിയ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അവിടെയുള്ള ഇസ്ലാമിക പണ്ഡിതൻ, ചീഫ് ഇമാം ബംഗ്ലാദേശിന്റെ പറയാണ്, മനുഷ്യത്വരഹിതമായ പ്രവൃത്തിയാണ്, ഇസ്ലാം അത് അനുവദിച്ചിട്ടില്ല. ആരെയും മറ്റൊരു ജാതിക്കാരനാണെന്നും പറഞ്ഞ് കൊല്ലാനായിട്ട് എവിടെയും ഇസ്ലാമിൽ അങ്ങനെ ഒരു വ്യവസ്ഥയില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എൻ്റെ മതം. നിങ്ങൾക്ക് നിങ്ങളുടെ മതം അനുസരിച്ച് ജീവിക്കാം, എനിക്ക് എൻ്റെ മതം അനുസരിച്ച് ജീവിക്കാം. നിങ്ങളുടെ മതം അനുസരിച്ച് ഞാൻ ജീവിക്കുന്നില്ല, നിങ്ങൾ എൻ്റെ മതം അനുസരിച്ച് ജീവിക്കുന്നില്ല. അതാണ് ഇസ്ലാമിക നിയമം. അതിന് ഇവിടെ കുറെ മാധ്യമങ്ങൾ, കുറെ സോഷ്യൽ മീഡിയയിൽ, കേരളത്തില് ഞാനിന്ന് കാണാനിടയായ ഒരു വീഡിയോ, അത് ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് മറുനാടൻ മലയാളി എന്ന് പറഞ്ഞാൽ ലോകത്ത് എവിടെ എന്ത് സംഭവം നടന്നാലും അറിയും. അതില് ഒരു മുസ്ലിം പേരുകാരനാണെങ്കിൽ കൂടുതലായിട്ട് അറിയും, എന്നിട്ട് കൊടുക്കും. ഭീകരനാണ്, മുസ്ലിം ഭീകരം, പൊളിറ്റിക്കൽ ഇസ്ലാം, ടെററിസ്റ്റ്, ഭീകരന്മാരായ മുസ്ലിങ്ങൾ, അങ്ങനെ ഇങ്ങനെ കൊടുക്കും. അപ്പോൾ ഇവിടെ ബംഗ്ലാദേശിൽ അത് കണ്ട്, ബംഗ്ലാദേശിലെ ഒരു ഹിന്ദു യുവാവിനെ കൊന്നത് കണ്ടു. അപ്പോ കേരളത്തിൽ മൂക്കിന് താഴെ പാലക്കാട് വാളയാറിൽ നടന്നത് ഷാജസ്കറിയെ കണ്ടില്ല. അങ്ങനെ പലരും വിളിച്ച് ചോദിച്ച്, പലരും ഈ പോസ്റ്റ് ഇട്ട് ചോദിച്ച്, ഷാജസ്കറിയ നീ ഇത് കണ്ടില്ലേ? ഈ നമ്മുടെ കേരളത്തിൽ നടന്ന നീ കണ്ടില്ല, ബംഗ്ലാദേശിൽ നടന്ന നീ എങ്ങനെ കണ്ട്? അപ്പോൾ അതിന് ഇന്ന് ന്യായീകരണവും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ അതിനെപ്പറ്റി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മറുനാടൻ മലയാളിക്ക് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം എല്ലാ സ്റ്റേഷനുകളിലും, എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും, എല്ലാ സ്ഥലങ്ങളിലും റിപ്പോർട്ടർമാരുണ്ട്. അതിന് അപ്പോഴപ്പോഴും വിവരം കൊടുക്കും. പക്ഷേ ഇതിൽ കൊടുക്കാത്ത കാരണം എന്ന് പറഞ്ഞാൽ, വാർത്ത കൊടുക്കാത്തതെന്ന് പറയുന്നത്, 5 പേരെ അറസ്റ്റ് ചെയ്തു. 5 പേരും ഹിന്ദു സമുദായത്തിൽപ്പെട്ടവരാണ്. അതിൽ 4 പേരും RSS BJP-കാരാണ്. എന്നിട്ട് ഷാജസ്കറി പറയുന്നു അവർ RSS-കാരാണെന്ന്, അല്ലെങ്കിൽ BJP ബന്ധമുള്ളവരാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. അതിവിടെയുള്ള പൊളിറ്റിക്കൽ ഇസ്ലാമുമായിട്ട് ചേർന്ന് നിൽക്കുന്ന അങ്ങനെയുള്ളവർ മാത്രമാണ് പറഞ്ഞത്. അതായത് സത്യസന്ധമായിട്ട് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഒരേ ഒരു ചാനൽ, ഏറ്റവും കൂടുതലായിട്ട് എനിക്ക് വിശ്വാസത്തിൽ എടുക്കുന്ന ഞാൻ ഒരു ന്യൂസ് നോക്കണമെങ്കിൽ ആദ്യം മീഡിയ കൊണ്ടാണ് നോക്കുന്നത്. സത്യം പറയാണ് ഞാൻ, നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. അതിൽ ജാതിയും മതവും ഒക്കെ ഉണ്ട്, പക്ഷെ അവർ സത്യസന്ധമായിട്ട് റിപ്പോർട്ട് ചെയ്യും. അതിന് മോഡി ആവട്ടെ, നമ്മുടെ പിണറായി വിജയനാവട്ടെ, ഇനി ലോകത്തുള്ള ഏത് സ്ഥലത്ത് വാർത്തകളായിരുന്നാലും അവർ സത്യസന്ധമായിട്ട് റിപ്പോർട്ട് ചെയ്യും. അപ്പോൾ അത് ചിലർക്ക് പുരുപൊട്ടും. സത്യം പറയുന്ന സത്യത്തിന്റെ മുഖം വികൃതമാണെന്നാണ്. സത്യത്തിന്റെ മുഖം വികൃതമാണ്, അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പൊ അവര് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ആൾക്കാരാക്കും, രാജ്യദ്രോഹികളാക്കും. അതായത് രാജ്യത്ത് നടക്കുന്ന ഏത് പ്രശ്നവും അങ്ങനെ ചർച്ച ചെയ്യാനല്ല. അവസാനം തെറ്റും കുറ്റവും എല്ലാം കൂടെ വന്നു ചേരിക്കുന്ന കേരള ഗവൺമെന്റാണ്. എന്തുകൊണ്ട് ഇത് വാർത്തയാകുന്നില്ല? കേരളത്തിൽ ബാക്കിയുള്ളതെല്ലാം വാർത്തയാക്കുമല്ലോ, ഇതെന്തുകൊണ്ട് വാർത്തയാവുന്നില്ല? എന്തുകൊണ്ട് വാർത്തയാവുന്നില്ല എന്ന് പറഞ്ഞാൽ, കേരളത്തിലെ സോഷ്യൽ മീഡിയകളില ചാനലുകളിൽ കൂടുതലും നടത്തുന്നത് സംഘപരിവാറുകാരും ക്രിസംഖികളുമാണ്. നിങ്ങൾ ഏത് ചാനലുകൾ നിങ്ങൾ ഓരോന്നോരോന്നായിട്ട് നിങ്ങൾ എടുത്തു നോക്കുക. സംഘപരിവാറുകാരും ക്രിസംഖികളുമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചാനലുകൾ നടത്തുന്നത്. അതിൽ സംശയമില്ലാത്ത കാര്യം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ദിവസം ഏതെങ്കിലും ഒരു ചാനൽ എടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ കേരള ഗവൺമെന്റിന്റെ മണ്ടയിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ RSS BJP-കാർ എന്ന് പറഞ്ഞാൽ എന്തും ചെയ്യും. അത് ചെയ്ത കാരണം തന്നെ, ഇവർ ചെയ്തത് എന്താണ്? ആ ഛത്തീസ്ഗഡുകാരനായ 31 വയസ്സുള്ള നാരായൺ ഭയ്യയ്ക്ക് ചെറിയ താടിയുണ്ട്. അപ്പോ ബംഗ്ലാദേശിയാണോ അല്ലെങ്കിൽ ബംഗാളിയാണോ എന്ന് ചോദിച്ചുകൊണ്ടാണ് മർദ്ദിച്ചു കൊല്ലുന്നത്. അതും ഷാജസ്കറിയ പറയുന്നില്ല അതൊന്നും. ആ വീഡിയോ ഉണ്ട് നിലവിൽ. അവന്മാർ ചോദിക്കുന്നതും അടിക്കുന്നതും ആ വീഡിയോ ഉണ്ട്. ഇതൊക്കെ ഷാജസ്കറിയയുടെ ഉണ്ടായിട്ട് പറയണം. പോലീസ് അങ്ങനെ പറയുന്നു. എങ്ങനെ? അതായത് ബംഗ്ലാദേശിയാണോ എന്ന് ചോദിച്ച് മർദ്ദിച്ചു കൊന്നു എന്ന് പോലീസ് പറയുന്നു എന്നാണ്, അല്ലാതെ വീഡിയോ കണ്ടില്ല. അപ്പൊ ഷാജസ്കറിയ എവിടെ ഒളിക്യാമറ വെച്ചും കാര്യങ്ങള് സാധിച്ച് ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നവനാണ്. എന്നിട്ട് ഇത് മാത്രം
സംഘപരിവാറിന്റെ ശക്തി അതായത് സംഘപരിവാറുകാരാണോ, അവരുടെ പേരുണ്ടോ, അത് പിന്നെ വളരെയധികം അന്വേഷണം നടത്തിയേ പറയുള്ളൂ. ബാക്കി എവിടെയായിരുന്നാലും ആരെങ്കിലും പറയുന്നത് കേട്ടാൽ മതി, അവിടെ പിന്നെ മൊയ്തീനാണ്, മുഹമ്മദ് ആണെന്ന് പറഞ്ഞാൽ അപ്പം റിപ്പോർട്ട് ചെയ്യും. പിന്നെ ഉള്ളത് ബാക്കിയാണ്. ഇത് മാത്രം ഇങ്ങനെ വരുന്ന കാരണം മാത്രം അത് ഞാൻ അന്വേഷണം നടത്താതെ ഞാൻ പറയില്ല, പിന്നെ തിരിച്ചു പറയാൻ ഒക്കില്ല. എന്നിട്ട് ലതിക പാലക്കലിനെയൊക്കെ നമുക്ക് അറിഞ്ഞൂടെ. പിന്നെ സെൻകുമാറിന്റെയും ന്യൂസാണ് വിടുന്നത്, അത് കൊന്നതെന്ന് പറയുന്ന മുസ്ലിങ്ങളാണ്. എങ്ങനെയുണ്ട്? മുസ്ലിങ്ങളാണ് കൊന്നത് അത് പറയുന്നു. ഏത് മുസ്ലിങ്ങൾ കൊന്നതാണെന്ന് ആര് പറയുന്നു? സെൻകുമാറും ഇവനെല്ലാമാണ് DGP ഒക്കെ ആയിരുന്ന ഒരു കസേരയില് അധമന്മാരായ ഈ DGP ആയിരുന്നവനാണ്. അയാളും പിന്നെ ഈ ലസിത പാലക്കൽ ഒരു പഞ്ചായത്ത് വാർഡിൽ പോലും ജയിക്കാത്ത BJP-ക്കാരിയാണ്. അവൾ പറയുന്നതുമാണ് പിന്നെ ഷാഹിൻ സെറിയാക്ക് കാര്യം. അപ്പോ സത്യമായി പറയാൻ ഷാഹിൻ സെറിയാക്ക് വിഷമമുണ്ട്. കാരണം ഫണ്ട് കിട്ടുന്നതാണ്, പിന്നെ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാറുണ്ട് BJP-യുടെ അടുത്ത്. BJP-യുടെ വെറുപ്പ് വന്നാൽ ഷാഹിൻ സെറിയാക്ക് കേരളത്തിലോ ഇന്ത്യയിലോ ജീവിക്കാനൊക്കില്ല. നീ ഇംഗ്ലണ്ടിൽ പോകേണ്ടി വരും. അത് മനസ്സിലാക്കി തന്നെ, അതായത് ഇംഗ്ലണ്ടിലെ വരെ അതിന്റെ വേണമെങ്കിൽ അറസ്റ്റ് ചെയ്തോണ്ട് പോകും. അപ്പൊ അത് ഭയന്നിട്ട്, അപ്പൊ സംഘപരിവാറിനെ ഭയന്നിട്ടാണ് ഇവിടെ കൂടുതൽ റിപ്പോർട്ടുകളും നടക്കുന്നത്. അതിനെ ഭയക്കാത്ത ഒരേ ഒരു ചാനൽ എന്ന് പറയുന്നത് നമ്മുടെ മീഡിയ വണ്ണാണ്. മീഡിയ വൺ മാത്രമല്ല, കുറെ പിന്നെ ചെറിയ പിന്നെ ചാനലുകളെല്ലാം പിന്നെ ഇങ്ങനെ റിപ്പോർട്ടുകൾ കറക്റ്റിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ BJP-ക്കാരായതിന് അതിലൊരു ഭയങ്കര വിഷമമുണ്ട് ഷാഹിൻ സെറിയാക്ക്. അപ്പോൾ ബംഗ്ലാദേശിലുള്ളത് കണ്ടിട്ട് കേരളത്തിൽ നടന്ന കണ്ടില്ല. ഇനി നൈജീരിയയിലാണ് നടന്നാലും കാണും, അത് പൊളിറ്റിക്കൽ ഇസ്ലാമാണ്, അത് പിന്നെ ഇസ്ലാമിക് ടെററിസ്റ്റുകളാണ് അത് ചെയ്തതെന്ന് പറയും. എവിടെ? നൈജീരിയയിൽ നടന്നാൽ മതി. പാലക്കാട് നടന്നത് ഷാഹിൻ സെറിയ കാണില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടുത്തെ പിന്നെ മാധ്യമധർമ്മം. ഞാൻ ജേർണലിസ്റ്റാണ്, ഞാൻ ജേർണലിസം പഠിച്ചതാണ്, ഞാൻ എത്രയോ വർഷം ഇങ്ങനെ ഈ മാധ്യമ പ്രവർത്തനായിട്ട് നടന്നിട്ടുണ്ട്, ചാനൽ നടത്തിയിട്ടുണ്ട്. എൻ്റെ ജീവിതം തുടങ്ങുന്നതന്നെ ഇംഗ്ലണ്ടിൽ നിന്നാണ്. എന്ത് നടത്തിയിട്ടും കാര്യമില്ല. ചാണകം തിന്നു തുടങ്ങിയാൽ അവൻ സത്യം പറയില്ല. ചാണകം തിന്നു തുടങ്ങിയാൽ അവൻ സത്യം പറയില്ല. കാര്യം സത്യത്തിൽ നിന്ന് വ്യതിചലിക്കുന്ന വ്യക്തിത്വങ്ങളാണ് ഈ ചാണകത്തിന്നികളും ഈ മൂത്രക്കുടിയന്മാരും. അപ്പൊ അവര് നമുക്ക് വിശ്വസിക്കാൻ ഒക്കില്ല. പറഞ്ഞു വന്നെന്ന് പറഞ്ഞാൽ, ഇപ്പോ ഈ നാരായൺ ഭയ്യയുടെ ഭാര്യയും ബന്ധുക്കളും നമ്മുടെ നാട്ടിലെത്തിയിട്ടുണ്ട്. അവരാവശ്യപ്പെടുന്ന ഡെഡ് ബോഡി കൊണ്ടുപോകണമെങ്കിൽ 25 ലക്ഷം രൂപ നഷ്ടപരിഹാരം വേണം. ഈ കൊന്നവന്മാരിൽ നിന്ന് ഈടാക്കണം. UP-യിലായിരുന്നെങ്കിൽ ഈടാക്കുമായിരുന്നല്ലോ. ഈ 5 പേരെ ഇപ്പൊ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്ത് ഇവരെ വീട് വേണമെങ്കിൽ ബുൾഡോസറിന് പൊളിക്കുമായിരുന്നു. എവിടെയായിരുന്നെങ്കിൽ, UP-യിലായിരുന്നല്ലോ. കേരളത്തിൽ എന്തുകൊണ്ട് പൊളിക്കുന്നില്ല? കേരളത്തിൽ പൊളിക്കാൻ ഒക്കില്ല. അങ്ങനെ അപ്പം UP-യിലൊക്കെ അത് നടക്കും, പിന്നെ ഹരിയാനയിലും നടക്കും, രാജസ്ഥാനിലും നടക്കും, മധ്യപ്രദേശിലും നടക്കും, ഗുജറാത്തിലും നടക്കും. പക്ഷെ അത് മുസ്ലിങ്ങളെ വീടായിരിക്കണം, എങ്കിലേ പൊളിക്കുള്ളൂ. എന്തായാലും ശരി, നമ്മൾ ഇരട്ട നീതിയാണ് ഇവിടെ. ഇരട്ട നീതിയാണ്, ഇരട്ട പിന്നെ സ്വഭാവമാണ്. മനുഷ്യന് സ്വന്തമായ ഒരു വ്യക്തിത്വം ഇല്ലാത്ത ഒരു പിന്നെ ജന്മം ഇവരെല്ലാം ഇങ്ങനെ പാഴാക്കി കളയുന്നു. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആണായിട്ട് ജീവിക്കണം, അന്തസ്സോടെ അഭിമാനത്തോടെ ജീവിക്കണം. എന്ത് വന്നാലും ശരി, പിന്നെ ഭൂമിയിൽ കൂടെ തന്നെ വരുന്നത്. നമ്മളൊന്ന് കാലാകാലം ജീവിച്ചിരിക്കാൻ നോക്കൂ. മനുഷ്യന് എന്നാണ് മരണമെന്ന് പടച്ച് നമ്മളെ എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച തമ്പുരാൻ നിശ്ചയിച്ചിട്ടുണ്ട്. ആ ദിവസം മരിച്ചാലേക്കുള്ളൂ. അന്തസ്സായിട്ട് മരിക്കണം, ആണത്വത്തോടു കൂടി മരിക്കണം, സത്യം വിളിച്ചു പറഞ്ഞ് തന്നെ മരിക്കണം. അതിനാരെ ഭയക്കുന്നത്? ആരും ഒന്നും കൊണ്ടുപോകില്ല. ഈ ദുനിയാവിൽ എന്തെല്ലാം ഉണ്ടാക്കി കൂട്ടിയാലും ശരി, ഒന്നുമില്ലാതെയാണ് പോണത്. ഒന്നേ ചുട്ടുകളയും, അല്ലെങ്കിൽ കൊണ്ടുപോയി കുഴിച്ചിടും. ഇതാണ് സംഭവം നടക്കുന്നത്, ഇതാണ്. അപ്പൊ ആരും കാലാകാലം ജീവിച്ചിരിക്കുന്നവരില്ല. അപ്പൊ അതുകൊണ്ട് സത്യം മനസ്സിലാക്കി സത്യത്തിന് വേണ്ടി പോരാടണം. പറയുമല്ലോ, 50 വർഷം കഴിഞ്ഞാൽ 100 വർഷം അങ്ങനെ ഒരാളുണ്ടായിരുന്നു സത്യത്തിന് വേണ്ടി പോരാടി മരിച്ച ആൾ. അങ്ങനെയെങ്കിലും 10 ആൾ പറയട്ടെ. അപ്പോ സൃഷ്ടാവിന്റെ മുമ്പിൽ നിനക്ക് വിലയുണ്ടാവും. ഇവിടെയും ഈ ദുനിയാവിലും വിലയുണ്ടാവും, നാളെ ആഖിറത്തിലും വിലയുണ്ടാവും. അപ്പോ മനസ്സിൽ ഞാൻ പറഞ്ഞു വരുന്നെന്ന് പറഞ്ഞാൽ, കേരളത്തിലുള്ള ഇന്നുള്ള ചാനലുകൾ, സോഷ്യൽ മീഡിയകൾ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചും സൂക്ഷിച്ചും തന്നെയാണ് നമ്മൾ പിന്നെ അവരെ വീക്ഷിക്കേണ്ടത്. കാരണം അവർ പൈസ വാങ്ങിച്ച് എന്ത് തെമ്മാടിത്തരങ്ങൾ. ഇപ്പൊ ഒരാഴ്ചക്ക് മുമ്പ് കണ്ടതാണ്, നോർത്ത് ഇന്ത്യയിൽ ഒരു പിന്നെ യുവാവിന്റെ മുണ്ട് പൊക്കി നോക്കി
അതിനുശേഷം അവൻ മുസ്ലിം ആണെന്ന് കണ്ടതിന് ശേഷമാണ് മർദ്ദിച്ചത്. അപ്പോൾ ഇത്ര നിഷ്ഠൂരമാണ് ആർ എസ് എസ്സുകാർ എന്ന് പറഞ്ഞാൽ. അങ്ങനെയാണ്, അവർക്ക് അങ്ങനെയാണ് ക്ലാസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവന് ഈ പാവപ്പെട്ട മനുഷ്യൻ ഹിന്ദു ആയിരുന്നു എന്ന് അവർക്ക് യാതൊരു ധാരണയില്ലായിരുന്നു. കാരണം ഈ എന്താണ് ലാംഗ്വേജ് പ്രോബ്ലം, ഭാഷാപരമായ ഒരു ഇത് അവർക്ക് ഇടയിൽ ഇല്ലാതായിപ്പോയി. ആ മനുഷ്യന് വേറെ ഭാഷയെന്ന് പറഞ്ഞുകൂടായിരുന്നു. ഛത്തീസ്ഗഡിൽ വന്നവന് ഹിന്ദി നല്ലപോലെ അറിഞ്ഞുകൂടായിരുന്നു. ഈ ചോദ്യം ചെയ്തവന്മാർക്കും അറിഞ്ഞുകൂടായിരുന്നു. അപ്പോൾ ഇവര് ചോദിക്കുന്നതിനുള്ള മറുപടി പറയാൻ അവൻ അറിയാത്തത് കൊണ്ട് അവനെ മർദ്ദിച്ച്, അതായത് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പറയാണ് 80 സ്ഥലങ്ങളിൽ മർദ്ദിച്ച് അതില് പിന്നെ മുറിവുണ്ടാക്കി. ഒരു ശരീരത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം, 80 സ്ഥലങ്ങളിൽ മർദ്ദിച്ച് പിന്നെ മുറിവുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ, എന്നിട്ട് തലക്കടിച്ച് ആ തലയിലെ അടി ആ പിന്നെ ഇത് കാരണമാണ് മരണം സംഭവിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടം. അയാൾ പറഞ്ഞ അയാളുടെ ആ ഡോക്ടറുടെ ജീവിതത്തിൽ ഇന്ന് വരെ ഇങ്ങനെ ഒരു പോസ്റ്റ്മോർട്ടം, ഒരു ഡെഡ് ബോഡി ഞാൻ പോസ്റ്റ്മോർട്ടം. അപ്പൊ അത്ര ക്രൂരന്മാരാണ്. ആ ക്രൂരതയെ എപ്പോലും ജനസമക്ഷത്തിലേക്ക് കൊണ്ടുവരാൻ മടിക്കുന്ന ഇവിടത്തെ ചാനലുകൾ. ഇല്ലെങ്കിൽ ഇതിപ്പോ വേറെ ഏതെങ്കിലും സമുദായം, പ്രത്യേകിച്ച് മുസ്ലിം സമുദായക്കാർ ആരെങ്കിലും ആയിരുന്നെങ്കിൽ, നേരം വെളുത്താൽ അത്, നേരം ഉച്ചയായാൽ അത്, രാത്രി അത്, വെളുപ്പാങ്കാലത്തത് ഇവിടെ കലക്കി മറിക്കുമായിരുന്നു. ഇപ്പോൾ RSS BJP ബന്ധമുള്ളവരായതുകൊണ്ട് യാതൊരു പ്രശ്നങ്ങളും ഇല്ല. അപ്പൊ പറയുന്നത് എന്താണ്? ഗവൺമെന്റ് മാറ്റിമറിക്കുന്നതാണ്. കേരള ഇടതുപക്ഷം ഭരിക്കുകയില്ലേ, അവരാണ് ഇത് പിന്നെ മറച്ചു വെക്കുന്നത്. വേണമെങ്കിൽ മീഡിയകളെ സ്വാധീനിച്ച് അത് കൊണ്ടുവരരുത്, കാരണം നമുക്ക് നാണക്കേട്. എന്ത് നാണക്കേട്? ഒരു നാണക്കേടും ഇല്ല. അതിന് ഷായസ്കറിയെ കൊടുത്ത എന്താണ്? ജസീദ പാലക്കൽ ഇട്ടത് 2023 മലപ്പുറത്ത് ഒരു ബീഹാറുകാരനെ മുസ്ലിങ്ങൾ കൊന്നു, മുസ്ലിങ്ങളാണ് ഇത് കൊന്നതെന്ന്. അതിനുള്ള ന്യായമാണ്. അതും ഷായസ്കറി ഇടുന്നു. എന്താണ് 2023 ഉള്ള കാര്യം. അത് വ്യക്തതയൊന്നുമില്ല. ഈ പാലക്കൽക്കാർ പറയുന്നതിന് അതെടുത്ത് കോട്ട് ചെയ്ത് കൊടുക്കുന്നു. അതിന്റെ ആവശ്യമുണ്ട്. അതുപോലെ സെൻകുമാർ പറയുന്നതും ഇത് 5 പേര് മുസ്ലിങ്ങളാണ്, അവരില്ലാത്ത പേരാണ് ഉണ്ടാക്കി പറയുന്നത്. ഈ പ്രതികളില് 2 പേരെന്ന് പറയുന്നത് അനുവും മുരളിയും നേരത്തെ പിന്നെ DYFI-കാരനെയും പിന്നെ CIT-കാരനെയും പിന്നെ വെട്ടിയ കേസിലെ പ്രതികളാണ്. അതുപോലെ ഈ കോടതിയിൽ വന്ന വേറൊരു പിന്നെ പ്രതി ദിനേശ് എന്ന് പറയുന്ന ഒരു SDPI-കാരന് സുബൈറിനെ കൊന്ന കേസിലെ പ്രതിയാണ്, വധക്കേസിലെ പ്രതിയാണ്. അപ്പൊ ഇവരെല്ലാം എന്ന് പറയുന്നത് ഈ RSS BJP-ക്കാർ തന്നെയാണ് ഇത് ചെയ്തത്. അവർ മുസ്ലിങ്ങളാണെന്ന് തെറ്റിദ്ധരിച്ച്, മുസ്ലിമാണെന്ന് തെറ്റിദ്ധരിച്ച് ചെയ്തതാണ്. അതിനെ മറച്ചു പിടിക്കാൻ വേണ്ടി അവർ RSS-കാരല്ല. അവർക്ക് മെമ്പർഷിപ്പ് ഇല്ല. കാര്യം RSS-ൽ ആർക്ക് മെമ്പർഷിപ്പ് ഉണ്ട്? RSS-ൽ മെമ്പർഷിപ്പ് ഉള്ള ഒരാളെങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ നോക്കൂ. കാണിക്കാൻ നോക്കില്ല. കാരണം അവർക്ക് മെമ്പർഷിപ്പ് ഇല്ല. അവരുടെ പേരിൽ കേസ് കൊടുക്കാൻ നോക്കില്ല. ആ രാഷ്ട്രീയ പാർട്ടി നിരോധിക്കാൻ നോക്കില്ല. പക്ഷെ ഇവിടെ നിരോധിച്ചിട്ടുണ്ട്. കോൺഗ്രസ് ഗവൺമെന്റ് നിരോധിച്ചിട്ടുണ്ട് RSS-ന്. ഈ രാജ്യത്തെ വിഷങ്ങളാണ്, ഈ രാജ്യത്തെ ക്യാൻസറാണ് RSS. ഈ രാജ്യത്തെ മിലിറ്റന്റ് സംഘടന, ഇന്ത്യയിലുള്ള ഏക മിലിറ്റന്റ് സംഘടന എന്ന് പറഞ്ഞാൽ RSS ആണ്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഈ RSS-കാരനെ നേരിടുമെങ്കിൽ ഇന്ത്യയിലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരവരുടെ സന്നദ്ധ സംഘടന, അതായത് മിലിറ്റന്റ് സംഘടന ഉണ്ടാക്കണം, ആയുധ പരിശീലനം കൊടുക്കണം. ഇവരെ നേരിടണമെങ്കിൽ അതേ കൊടുക്കും. അല്ലെങ്കിൽ ഈ RSS-കാർ എന്തുകൊണ്ട് ചൈനീസ് ബോർഡറിലെ, പാകിസ്ഥാൻ ബോർഡറിലെ വിടാത്തത്? അവർ സംരക്ഷിക്കട്ടെ. ഇപ്പോ ഡിഫൻസ് കോളേജുകളെല്ലാം നടത്തുന്നത് RSS-കാരാണ്. പണ്ട് കാലത്ത് ഇന്ത്യ ഗവൺമെന്റ് നടത്തിയിരുന്ന ഡിഫൻസ് അക്കാഡമികളുണ്ട്. ഞാൻ പണ്ട് കാലത്ത് അതിന് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം. ആ 7ാം ക്ലാസ് സമയത്താണ് പിന്നെ ഇതിലത്തേക്ക് അഡ്മിഷൻ കിട്ടുന്ന സമയം. അപ്പോൾ അത് ഇപ്പോൾ നടത്തുന്ന RSS-ആണ്. അപ്പൊ അവര് ആരെയാണ് വാർത്തെടുക്കുന്നത്? ഇത് മിക്കവാറും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ദളിത് ഹിന്ദുക്കളും ഒന്നും മിക്കവാറും മിലിറ്ററി വരാൻ യാതൊരു സാധ്യതയില്ല. അപ്പൊ നമ്മുടെ രാഷ്ട്രം പോകുന്നത് ഏത് വഴിക്കാണ് എന്ന് മനസ്സിലാക്കാൻ കൂടെ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. എന്തായാലും ശരി, കൂടുതൽ എന്നാല് അതായത് എല്ലാവരെയും കുറെ പേരെ എല്ലാ കാലത്തേക്കും പറ്റിക്കാമെങ്കിലും എല്ലാവരെയും എല്ലാ കാലത്തേക്കും പറ്റിക്കാൻ ഒക്കില്ല. അത് നടക്കില്ല. അതില് മാറ്റങ്ങൾ ഉണ്ടാവും. ആ മാറ്റം ഉണ്ടായേ തീരൂ. ഇന്ത്യയെ ശിഥിലമാക്കാൻ നമ്മൾ അനുവദിക്കരുത്. നമ്മൾ വളരെയധികം കഷ്ടപ്പെട്ട് 16 ലക്ഷം ഇന്ത്യക്കാർ, അതായത് ഇന്ത്യക്കാരായ മുസ്ലിങ്ങളും ഹിന്ദുക്കളും നേടിയെടുത്തതാണ്. ജീവൻ ബലി കൊടുത്ത് നേടിയെടുത്ത നമ്മുടെ സ്വാതന്ത്ര്യത്തിന് അത് അതേപോലെ നിലനിൽക്കണമെങ്കിൽ, നമ്മുടെ മതേതരത്വവും ജനാധിപത്യവും ഈ രാജ്യത്ത് നിലനിൽക്കണമെങ്കിൽ നമ്മൾ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കണം. നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം.
നമ്മുടെ ഇന്ത്യയെ, നമ്മുടെ ഭാരതത്തെ, നമ്മുടെ രാജ്യത്തെ, നമ്മുടെ ജന്മനാടിനെ യാതൊരു കാരണവശാലും ഛിന്ന ഭിന്നമാക്കാൻ അനുവദിക്കരുത്. മതസൗഹാർദ്ദത്തോടുകൂടി സന്തോഷത്തിലും സഹകരിച്ച് വെറുപ്പും വിദ്വേഷവും ഇല്ലാതെ ഈ നാട്ടില് എല്ലാവരും ജീവിക്കണമെന്ന് ആണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. ജയ് ഹിന്ദ്, ജയ് ഭാരത്.